ഓക്കെ, നോക്കിയോ ഇതിന്റെ കൺസെപ്റ്റ് നോക്കിയോ. അതായത് ഞാൻ ഈ നേരത്തെ ആ കുളത്തിന്റെ എക്സാമ്പിൾ തന്നെ ഞാൻ വീണ്ടും എടുക്കാൻ പോവാണ്. ഞാൻ കുളത്തില് ടോപ്പ് വ്യൂ ആണ്, മോളിൽ നിന്ന് ഒരു ഹെലിക്യാം വെച്ചിട്ട് നോക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഞാൻ ഒരു കുളത്തില് ഒരു പ്ലാസ്റ്റിക് ബോൾ, അതായത് പ്ലാസ്റ്റിക്, ഈ കൊച്ചുപിള്ളേരെ കളിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഫുട്ബോൾ ഉണ്ടല്ലോ, ഫുട്ബോൾ കൺസിഡർ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കല്ലിട്ടു. കുളത്തിന്റെ ഈ ഭാഗത്ത് ഒരു കല്ലിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേവ് ദണ്ട് ഇങ്ങനെയല്ലേ ഉണ്ടാകുന്നത്. ആ വേവ് അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന വേവ് മൂലം ഈ പ്ലാസ്റ്റിക് ബോൾ ദണ്ട് ഇങ്ങോട്ടേക്കായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. ഇനിയും ആ കല്ല് ഞാൻ ഇവിടെ ഇട്ടാലോ, വേവ് ദണ്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. അതുമൂലം ഈ പ്ലാസ്റ്റിക് ബോൾ ഇങ്ങോട്ടേക്കായിരിക്കും ഡിസ്പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ ഈ വേവ് ഞാൻ ഇവിടെ ഇട്ടാലോ, ഇത് മൂലം ഉണ്ടാകുന്ന വേവ് ഇങ്ങനെയാണ്, അതുമൂലം തന്നെ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ. എന്നാൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ഈ മൂന്ന് കല്ല് ഞാൻ ഒരുമിച്ചിടുവാണ്. അതായത് ഇവിടെ ഒരു കല്ലിട്ടു, ഇവിടെ ഒരു കല്ലിട്ടു, ഇവിടെ ഒരു കല്ലിട്ടു. ഉറപ്പായിട്ടും ഇതുമൂലവും ഒരു കുറെ വേവുകൾ ഉണ്ടാവും, ഇതുമൂലവും വേവുകൾ ഉണ്ടാവും, ഇതുമൂലവും വേവുകൾ ഉണ്ടാവും ആണല്ലോ. അപ്പം ഈ വേവ് അല്ലെങ്കിൽ ഈ കല്ല് നമ്പർ 1, ഇത് കല്ല് നമ്പർ 2, ഇത് കല്ല് നമ്പർ 3. ഈ കല്ല് നമ്പർ 1 ഇവിടെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോളിൽ ഉണ്ടാക്കിയ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങോട്ടേക്കായിരിക്കും, അതിനെ y1 എന്നെടുത്തു. ഇത് ഇങ്ങോട്ടേക്കായിരിക്കും, അത് y2 എന്നെടുത്തു. ഇത് ഇങ്ങോട്ടേക്കായിരിക്കും, y3 എന്നെടുത്തു. അപ്പം ഇതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും, ശരിക്കും ഈ ബോൾ എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഏത് ഡയറക്ഷനിലോട്ടുള്ള വേവ് ആണ് കൂടുതൽ, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ അനുസരിച്ചായിരിക്കും അത് തീരുമാനിക്കുന്നത്. എന്നാലും ഇതിന്റെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് y ഈസ് ഈക്വൽ ടു y1 പ്ലസ് y2 പ്ലസ് y3 ആയിരിക്കും കേട്ടോ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന ഇതിന്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ മൂന്ന് വേവും ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ മൂന്ന് വേവ് കാരണം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്ന് വേവിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ സം ആയിരിക്കും, ടോട്ടൽ ആയിരിക്കും എന്നുള്ളത്. ഇതാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഇനിയും സൈഡ് വ്യൂ നോക്കാം. നോക്കിയോ, സൈഡ് വ്യൂ, ഒരു കുളത്തിന്റെ സൈഡ് വ്യൂ ആണ്. ഇവിടാണ് ഇത് കിടക്കുന്നത്. ഞാൻ ഇവിടെ കല്ലിട്ടു, ഇവിടെ കല്ലിട്ടു, ഇവിടെ കല്ലിട്ടു. ഇവിടെ കല്ലിട്ടപ്പം അതൊരു പെർട്ടിക്കുലർ വേവ് ഉണ്ടായി, അതിന്റെ ഭാഗമായിട്ട് ഇത് ഇത്രയും പൊങ്ങി. ഓക്കെ, ഇവിടെ കല്ലിട്ടപ്പം എന്താണ്, ആ വേവിന് ഈ ബോളിനെ കുറച്ചുകൂടെ ഹൈറ്റിൽ പൊക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇത്രയും വേവ് ഉണ്ടായെന്നർത്ഥം. ഇനി ഈ കല്ല് വലിയ കല്ലായിരുന്നു, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ മുകളിലോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഓക്കെ, ഈ മുകളിലോട്ടാണ് ആക്ച്വലി അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് കേട്ടോ. അതായത് ഇത് ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ അങ്ങ് പോവല്ല ചെയ്യുന്നത്, മുകളിലോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പം ഇവരുടെ മൂന്ന് പേരും കൂടി ഇടുവാണെങ്കിൽ ഈ മൂന്ന് ആൾക്കാരുടെയും കൂടെ റിസൾട്ടന്റ് ആയിരിക്കും അതിന്റെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇങ്ങനെയല്ല ശരിക്കും, അതായത് മൂവ് ചെയ്യിക്കുന്ന അങ്ങനെയാണെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. അതെപ്പോഴും ആലോചിക്കണം. മുകളിലോട്ട് എത്ര പൊങ്ങുന്നു എന്നുള്ളതാണ് സൂപ്പർ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുകളിലോട്ട് ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ സം എന്ന് പറയുമ്പോൾ ചിലപ്പം ഇത് ഇത്രയും പൊങ്ങുമായിരിക്കും. ഞാൻ ഈ വരച്ചിരിക്കുന്ന വെച്ചാ പറയുന്നത്. അപ്പൊ ഇത്രയും പൊങ്ങുമായിരിക്കും. അപ്പം വേവ്, ഇത്രയും വലിയ വേവ് ഇവിടെ ഉണ്ടാവും അർത്ഥം കല്ലിടുമ്പോൾ. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, ഞാൻ ആരോ വരച്ചു ഇത്രയും വലിയ വേവ് ലോജിക്കലി നിങ്ങൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുളത്തിലൊന്നും ഉണ്ടാകത്തില്ല. ഇത്ര വലിയ കല്ലിട്ടാലും ഉണ്ടാകത്തില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് വരയ്ക്കൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു ഇന്റൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ഇന്റൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പോകുന്നത്. അത് ശരിക്കും ഒരു ഡെറിവേഷൻ ആയിരുന്നു, ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കാം. when two waves of different phase difference combines എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുക്കാം. അതായത് ഫേസ് ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് വേവുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇതുവരെ പഠിപ്പിച്ചത് ഫേസ് ഡിഫറൻസ് സെയിം ആയിട്ടുള്ള വേവുകളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഫേസ് ഡിഫറൻസ് കുറച്ച് വ്യത്യാസം വരുന്ന, ഫേസ് ഡിഫറൻസ് വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ നോക്കിയേ.
ഒരു വേവ് നമ്മൾ എ സി കറണ്ട് പഠിപ്പിച്ചപ്പം EMF-ഉം അതേപോലെ തന്നെ കറണ്ടിന്റെയും ഗ്രാഫ് വരച്ചായിരുന്നു. അവിടെ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. കപ്പാസിറ്ററിൽ കൂടെ പോകുന്ന സമയത്തും അതേപോലെ ഇൻഡക്ടറിൽ കൂടെ പോകുന്ന സമയത്തും. അതായത് ഇങ്ങനെയായിരുന്നു കറണ്ടിന്റെ ഗ്രാഫ് എങ്കിൽ എന്താണ് ഇത് നമ്മുടെ കപ്പാസിറ്ററിന്റെ കേസിൽ EMF പുറകിലായിരിക്കും പോകുന്നത്. കണ്ടോ, ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. ഇല്ലേ, ശരിയല്ലേ? അങ്ങനെയല്ലേ പഠിപ്പിച്ചേ? കണ്ട, ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഫേസ് ഡിഫറൻസ് ഉള്ള രണ്ട് വേവുകൾ മിക്സ് ആയാൽ അതിന്റെ ഇന്റൻസിറ്റി എന്താവും എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ ആലോചിക്കുക, ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ആലോചിക്കേണ്ടത് AC ത്രൂ കപ്പാസിറ്ററോ അല്ലെങ്കിൽ AC ത്രൂ ഇൻഡക്ടറോ ആലോചിക്കുക. അപ്പൊ അവിടെ കറണ്ട് ഉണ്ടാക്കുന്ന വേവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ EMF ഉണ്ടാക്കുന്ന വേവും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്നാൽ റെസിസ്റ്ററിനകത്തൂടെ AC കടത്തി വിടുന്ന സമയത്ത് ഒന്നിന്റെ മണ്ടയ്ക്ക് കോയിൻസൈഡ് ആയിട്ടിരിക്കുക, അല്ലേ? അവിടെ ഫേസ് ഡിഫറൻസ് ഇല്ല. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫേസ് ഡിഫറൻസ് ഇല്ലാത്തതിന്റെ കേസാണ്. എന്നാൽ ഫേസ് ഡിഫറൻസ് വരുന്ന രണ്ട് വേവിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റിയുടെ ഒരു ഫൈനൽ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ, ഡെറിവേഷൻ പഠിപ്പിക്കുന്നില്ല. ഓക്കെ, ഡെറിവേഷൻ പഠിക്കണ്ട അതുകൊണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്റൻസിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും എന്ന് അറിയാമോ? ഒരു ഡോട്ട് ഇട്ട് എഴുതാം. when two waves when such waves എന്ന് എഴുതിയാതെ when such waves ഹെഡിങ് എഴുതിയിട്ടുണ്ടല്ലോ. when such waves combines intensity of light waves is as follows എന്ന് എഴുതിയിട്ട് then ഇങ്ങനെ എഴുതാം. I is equal to 4I0 cos square phi by 2. ഈ phi എന്ന് പറഞ്ഞാൽ ആ രണ്ട് വേവുകളുടെ ഫേസ് ഡിഫറൻസ് ആണ്. ഇപ്പൊ ഒരു വേവ് ഇങ്ങനെ പോകുന്നു, അടുത്ത വേവ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പൊ കണ്ടോ, ഇത്രയും ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഈ ഫേസ് ഡിഫറൻസ് ആണ് ഈ phi എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ അവിടെ പഠിപ്പിച്ചതാണ്, ഓർക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ I മാക്സിമം ആകുന്നത് അടുത്ത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ഈ I എന്ന് പറയുന്നത് മിനിമം ആകുന്നിടത്ത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ആയിരിക്കും. അപ്പൊ ഈ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എവിടൊക്കെ നടക്കുന്നു, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എവിടൊക്കെ നടക്കുന്നു എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എപ്പോഴാ? ഈ phi എത്രയൊക്കെ ആവുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഉണ്ടാവും, ഫൈയുടെ വാല്യൂ എത്രയൊക്കെ ആവുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇതെന്താണ്? ഈ ഇക്വേഷൻ എന്താണ്? രണ്ട് വേവുകൾ, അതായത് ഫേസ് ഡിഫറൻസ് ഉള്ള രണ്ട് വേവുകൾ മിക്സ് ആകുമ്പോഴുള്ള അതിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അത് ഈ I0 എന്ന് പറയുന്നത് ആ ഇന്റൻസിറ്റിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ആണ്. ഓക്കെ ആണല്ലോ? phi എന്ന് പറഞ്ഞാൽ എന്താ? phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ്. നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഇന്റൻസിറ്റിയുടെ ഇക്വേഷനകത്ത് phi ഉണ്ട്. അപ്പൊ ഫൈയുടെ വാല്യൂ, phi എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം കപ്പാസിറ്റീവ് സർക്യൂട്ടില് ഐസ് എന്ന് ഓർക്കാൻ പറഞ്ഞ അല്ലെ, EMF പുറകില, കറണ്ട് മുമ്പില, അല്ലെ? അപ്പൊ കറണ്ട് മുമ്പിലാന്ന് പറയുമ്പോൾ EMF-ന്റെ ഗ്രാഫാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്, പിന്നെയാണ് കറണ്ടിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പൊ കറണ്ട് മുമ്പിലാന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ സംഭവിക്കുന്നത്? വേണ്ട, ഇവിടുന്ന് ആ ഗ്രാഫ് തുടങ്ങുന്നത്, ശരിയല്ലേ? ഇല്ലേ? അപ്പൊ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇത് 0 ആണ്, ഇത് 90 ആണ്, ഇത് 180 ആണ്, ഇത് 270 ആണ്, ഇത് 360 ആണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അതേപോലെ തന്നെ എലി എന്ന് പറയുന്ന ഇത് ഓർക്കാനും പറഞ്ഞത്, എലിയിൽ EMF മുമ്പില, അവരുടെ ഗ്രാഫ് എങ്ങനെ വരും? അവരുടെ ഗ്രാഫ് തന്നെ ഇങ്ങനെയും കറണ്ടിന്റെ ഗ്രാഫ് തന്നെ ഇങ്ങനെയും ആ വരുന്നത് അവിടെ. അപ്പോഴും 90 ഡിഗ്രി ആണ് വ്യത്യാസം. മനസ്സിലായോ? അപ്പം ഫേസ് ഡിഫറൻസ് ആംഗിൾ അത് 90 ഡിഗ്രി ആവുമ്പോഴാണോ, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് രണ്ട് വേവുകളുടെ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആവുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് വേവുകളുടെ ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി ആവുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് വേവുകളുടെ ഫേസ് ഡിഫറൻസ് 270 ആവുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് വേവുകളുടെ ഡിഫറൻസ് 360 ആവുമ്പോഴൊക്കെ കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഫൈയുടെ വാല്യൂ എന്തൊക്കെ ആവുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, അല്ലെങ്കിൽ ഫൈയുടെ വാല്യൂ ഇന്നതൊക്കെ ആവുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? രണ്ട് വേവുകളുടെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, എത്ര ആംഗിളിൽ അത് വ്യത്യാസപ്പെട്ട് പോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഫേസ് ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അറിയത്തില്ലാത്തവരും മനസ്സിലാത്തവരും വാ തുറന്ന് ചോദിക്കണം.
ഈ ഭാഗങ്ങളൊക്കെ ഇത് ഓൾറെഡി AC-ക്കകത്തൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത് എഴുതാം കണ്ടീഷൻ ഫോർ ഹെഡിങ് എഴുതാം. കണ്ടീഷൻ ഫോർ maximum intensity and minimum intensity. Maximum intensity and minimum intensity എന്ന് പറയുന്നത്. Okay, condition for maximum and minimum intensity. Condition for maximum and minimum intensity. Minimum intensity. ഈ മിനിമം ഇന്റൻസിറ്റി മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ കേസാണ്. മിനിമം ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ കേസാണ്. അങ്ങനെയും കൂടെ ഒരു അർത്ഥം ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ചോണം. ഓക്കെ, നോക്കി ഈ ഇന്റൻസിറ്റി മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ ഈ ഫൈയുടെ വാല്യൂ എന്തായിരിക്കണം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഫൈയുടെ വാല്യൂ എന്തൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കോസ് ഈ ഭാഗം എന്ത് വന്നാലാണ് ഐയുടെ വാല്യൂ മാക്സിമം വരുന്നത്? നോക്കിയേ, ഈ ഭാഗം 1 വന്നു കഴിഞ്ഞാൽ 4 ഇൻറ്റു I0 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഐ മാക്സിമം വാല്യൂ. എന്നാൽ ഈ ഭാഗം 0 ആയി പോയാലോ? ഈ ഭാഗം 0 ആയി പോയാൽ ഇന്റൻസിറ്റി 0 ആവും, ഇന്റൻസിറ്റി മിനിമം ആവും. അപ്പൊ നമ്മൾ എപ്പോഴും ഇവനെ എന്താണ് പോസിറ്റീവ് അല്ലെങ്കിൽ എന്താണ് 1 ആക്കി, അത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം, 1 ആക്കി നിർത്തുന്ന രീതി വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അപ്പൊ ഇവനെ 1 ആക്കി നിർത്തുമ്പോൾ കോസിന്റെ വാല്യൂ എവിടൊക്കെയാ 1 വരുന്നത്? കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്, എന്നാൽ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പം ഈ ആംഗിൾ 0 ആയിരിക്കണം. ആംഗിൾ 0 അല്ലെങ്കിൽ വ്യത്യാസം നമുക്കത് നോക്കാം. നോക്കിയോ, ഇവിടെ നോക്കിയോളൂ. ഫോർ മാക്സിമം ഇന്റൻസിറ്റി മാക്സിമം ആവണമെങ്കിൽ കോസ് സ്ക്വയർ 5/2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, കോസ് സ്ക്വയർ 5/2 1 എന്ന് പറയുമ്പോഴത്തേക്കും കോസ് 5/2 എന്തായിട്ട് മാറും? കോസ് 5/2 എന്ന് പറയുമ്പോൾ √1 ആയിട്ട് മാറും. കാരണം സ്ക്വയറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പം കോസ് 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് √1 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്, പക്ഷെ പ്ലസ് ഓർ മൈനസ് 1 ആണ്, അല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, കോസ് 5/2 ഈസ് ഈക്വൽ ടു +1 വരുന്നിടത്തും കോസ് 5/2 -1 വരുന്നിടത്തും മാക്സിമം ഇന്റൻസിറ്റിയാ ഫോം ചെയ്യുന്നതെന്നാണ് അർത്ഥം. ശരിയല്ലേ? അപ്പൊ ഈ കോസ് 5/2 +1 വരണമെങ്കിൽ 5/2 എന്ത് വരണം, അല്ലെങ്കിൽ ഫൈ എന്ത് വരണം? അതാണ് അടുത്ത ചോദ്യം. അതേപോലെ തന്നെ കോസ് 5/2 -1 വരണമെങ്കിൽ ഈ 5/2 എന്ത് വരണം? അതേപോലെ ഫൈ എന്ത് വരണം? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമുക്ക് നോക്കാം, രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് നമ്മൾ കോസ് 5/2 +1 വരുന്ന കേസും കോസ് 5/2 -1 വരുന്ന കേസുമാണ് പറയാൻ പോകുന്നത്. ഈ രണ്ട് കേസും ഇന്റൻസിറ്റി മാക്സിമം ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, കോസ് 5/2 1 വരണമെങ്കിൽ ഈ കോസ് തീറ്റ എന്ന് പറയുന്നത്, ഇത് ഈ 5/2നെ തീറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 0, കോസ് 0 ആണ് അല്ലേ? അപ്പൊ നമുക്ക് 5/2 0 വന്നു കഴിഞ്ഞാൽ എന്ത് വരും? കോസ് 5/2 എന്ന് പറയുമ്പോഴത്തേക്കും കോസ് 0 എന്ന് വരും, ഈസ് ഈക്വൽ ടു 1 വരും, ആണല്ലോ? ഇത് ഒരു കേസ്. ഓക്കെ, ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് തരുന്നത്. ഇതേപോലെ തന്നെ എഴുതിയെടുക്കണം. രണ്ടാമത്തെ കേസ്, ഈ 5/2ന്റെ അവിടെ നമുക്ക്, അല്ലെങ്കിൽ ഇതൊരു കാര്യം ചെയ്യട്ടെ, ഇത് രണ്ടും ഒരുമിച്ച് എഴുതാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം, ഇത് ഒരുമിച്ച് അങ്ങ് എഴുതുകയാണേ. അതായത് കോസ് 5/2 +or -1 ഇത് ഒരുമിച്ച് അങ്ങ് എഴുതിക്കും, താഴോട്ട് അങ്ങ് എഴുതാം. അതായത് ഒരുമിച്ച് ഒരു കേസ് എഴുതാം. അതായത് +1 or -1 ഇവിടെ തന്നെ കൊടുത്താൽ മതി. ഓർ കോസ് 5/2 ഈസ് ഈക്വൽ ടു -1 രണ്ടും കൊടുക്കുകയാണ്. ഇനി 5/2 എന്ന് പറഞ്ഞാൽ ഞാൻ 180 ഡിഗ്രി എടുക്കുവാണെങ്കിലോ, 180 ഡിഗ്രി എടുക്കുവാണെങ്കിൽ കോസ് 180 എന്താ? കോസ് 180 എന്ന് പറയുന്നത് -1 അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ നോക്കിയോ, നമുക്ക് 5/2ന് 0 കൊടുത്താൽ കോസ് 0 1 വരും, അപ്പോഴും മാക്സിമം ഇന്റൻസിറ്റി ആണ്. 5/2ന് 180 വന്നാലും എന്താണ്? -1 വരും, അപ്പോഴും മാക്സിമം ഇന്റൻസിറ്റി ആണ്. ഈ ഡിഗ്രി 180നെ നമ്മൾ റേഡിയൻസിൽ പറയുമ്പോൾ എന്ത് വരും?
പൈ എന്ന് വരും. അപ്പം പൈനെ നമുക്ക് 180 ഡിഗ്രി എന്ന് അപ്പം വേണമെങ്കിൽ കോസ് പൈ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, കോസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണെന്ന് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ ആണല്ലോ, കാരണം നമ്മളിവിടെ പൈയുടെ ടേംസിലായിരിക്കും പറയാൻ പോകുന്നത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഞാൻ വേറൊരു π/2 എന്ന് പറഞ്ഞാൽ if π/2 ഞാൻ 90 കൊടുക്കുവാന്ന് വിചാരിച്ചു. 90 കൊടുക്കുവാണെങ്കിൽ 90 വേണ്ട, 360 കൊടുക്കുവാന്ന് വിചാരിച്ചു. 360 കൊടുക്കുവാന്ന് വിചാരിച്ചു. 360 കൊടുക്കുവാണെങ്കിൽ നോക്കിയേ, കോസ് 360 എന്ത് വരും? കോസ് 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും. ഓക്കെ, ഈ കോസ് 360നെ നമ്മൾ റേഡിയൻസിൽ പറയുമ്പോൾ കോസ് 2π എന്നാ പറയുന്നത്. കോസ് 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇപ്പം എവിടൊക്കെയാണ് നമുക്ക് ഇത് വന്നത്? അതായത് 5/2നെ നമ്മൾ 0 എടുത്തു, അപ്പൊ കോസ് 0 1 ആയി, അപ്പോഴും മാക്സിമം ഇന്റൻസിറ്റി ആണ്. 5/2നെ നമ്മൾ 180 എന്ന് എടുത്തു, അപ്പം കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. 5/2നെ 360 എടുത്തു, അപ്പോഴും എന്താണ്? ഇനി 180 കൂട്ടി കൂട്ടി പോയാൽ 540, 5/2 540 ആയി കഴിഞ്ഞാൽ, അതായത് 4π ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 4π ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താണ്? എന്താണ് 1 വരും. 1 വരുമ്പോൾ എന്താ? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഇന്റൻസിറ്റി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഫോർ മാക്സിമം ഇന്റൻസിറ്റിയുടെ കേസാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി എവിടൊക്കെയാണത്? അതായത് ഫോർ വാല്യൂസ് 5/2 ഈസ് ഈക്വൽ ടു 0 വരുന്നിടത്തും, പൈ വരുന്നിടത്തും, 2π വരുന്നിടത്തും, 3π വരുന്നിടത്തും, 4π വരുന്നിടത്തും, എക്സെട്ര അപ് ടു nπ വരുന്നിടം വരെ, അതായത് 4π ഇതുവരെ എന്താണ്? ഈ വാല്യൂസിനെല്ലാം നമുക്ക് എന്താ? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 5/2ന്റെ വാല്യൂ ജനറലി nπ വന്നു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈയുടെ വാല്യൂ എന്ത് വരുമ്പോഴായിരിക്കും കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്? ഫൈയുടെ വാല്യൂ ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 2nπ വരുന്നിടത്തെല്ലാം കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. ഓർത്തോണം, നമ്മൾ ഇതുവരെ പറഞ്ഞ ഇന്റൻസിറ്റിയുടെ ഒരു ഇക്വേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്റൻസിറ്റി മാക്സിമം ആവുന്നിടത്തെല്ലാം കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ഇന്റൻസിറ്റി മാക്സിമം ആണെങ്കിൽ ഈ ഭാഗം 1 ആയിരിക്കണം. അപ്പൊ ആ ഭാഗം 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ cos square 5/2 1 എന്ന് വരുന്നു. അപ്പൊ അവിടുന്ന് cos 5/2നെ നമുക്ക് √1 എന്ന് എഴുതാം. അവിടുന്ന് cos 5/2നെ നമുക്ക് +or -1 എന്ന് എഴുതാം. അതിനർത്ഥം cos 5/2 പ്ലസ് വരുമ്പോഴും മാക്സിമം ഇന്റൻസിറ്റി, മൈനസ് വരുമ്പോഴും മാക്സിമം ഇന്റൻസിറ്റി. ഇനി അടുത്ത ചോദ്യം, 5/2 എന്തൊക്കെ വരുമ്പോഴാണ് +1 ഉം -1 വരുന്നത്? അപ്പം അത് നമുക്ക് നോക്കിയോ, cos 5/2 പ്ലസ് വരുന്ന കണ്ടീഷനും +1 വരുന്ന കണ്ടീഷനും -1 വരുന്ന കണ്ടീഷനും. 5/2ന് 0 കൊടുത്തു, cos 5/2 എന്ന് പറയുമ്പോഴത്തേക്കും cos 0 ആണ്, cos 0 1 ആയി. ഇനി 5/2ന് 180 കൊടുത്തു, cos 180 -1 ആണ്, അപ്പോഴും കൺസ്ട്രക്റ്റീവ് ആണ്. അതായത് cos 180യുടെ റേഡിയൻസിലുള്ള ആ വാല്യൂ എന്ന് പറയുമ്പോൾ cos π ആണ്. ഇനി അടുത്ത എന്താ? 360 കൊടുത്തു, 360 കൊടുത്തപ്പം 2π വന്നു. അടുത്ത 3πയിലും 4πയിലും 5πയിലും എല്ലാം എന്താണ്? നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ് ഉണ്ടാകുന്നത്. അതായത് രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആവുമ്പോഴും 180 ആവുമ്പോഴും 360 ആവുമ്പോഴും 540 ആവുമ്പോഴും അങ്ങനെ ആ 180 മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നിടത്ത് എല്ലാം കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഫൈയുടെ വാല്യൂ ജനറലി പറയുമ്പോൾ 2nπ. നിങ്ങൾ പഠിക്കേണ്ടത് വേണ്ട ഇതാണ്, കണ്ടോ? ഇത്രയും പഠിച്ചതിനകത്ത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത് ഇതാണ്. അതായത് ഫൈയുടെ വാല്യൂ 2nπ വരുന്നിടത്തെല്ലാം കൺസ്ട്രക്റ്റീവ്, അതായത് രണ്ട് വേവ് തമ്മിലുള്ള വ്യത്യാസം ഈ 2nπ എന്ന് പറഞ്ഞ വാല്യൂ വരുന്നിടത്തെല്ലാം എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. വേവിന് മാക്സിമം ഇന്റൻസിറ്റി ആയിരിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ഫോർ മിനിമം ഇന്റൻസിറ്റി മിനിമം ഇന്റൻസിറ്റി വരുമ്പോഴത്തേക്കും ഈ 5/2ന്റെ വാല്യൂ എന്തായിരിക്കണം എന്നറിയാമോ? അതായത് cos 5/2ന്റെ വാല്യൂ 0 ആയിരിക്കണം, അല്ലെ? അപ്പൊ cos 5/2ന്റെ വാല്യൂ 0 ആവണമെന്നുണ്ടെങ്കിൽ 5/2ന്റെ വാല്യൂ എന്തായിരിക്കണം? 5/2ന്റെ വാല്യൂ 90 കൊടുത്തു നോക്കിയേ. അപ്പൊ നമുക്കറിയാം cos 90 എന്താ? cos 90 0. cos 90യുടെ റേഡിയൻസിലുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? π/2 ആണ്. cos π/2 0 ആണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ അടുത്തത് 5/2ന്റെ വാല്യൂ 270 വരുമ്പോഴും cos 270 എന്താ? cos 270 വരുമ്പോഴും 0 ആണ്. റേഡിയൻസിലുള്ള വാല്യൂ 3π/2. അപ്പം cos 3π/2 വരുമ്പോഴും നമുക്ക് ഇന്റൻസിറ്റി 0 ആണ്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ്. അപ്പം
നമുക്ക് ജനറലി ഇത് എഴുതിയ പോലെ നമുക്ക് ഇവിടെ ജനറൽ കണ്ടീഷൻ എഴുതിയാലോ ഫോർ ദ വാല്യൂസ് 5/2 അതായത് ഇങ്ങനെ എഴുതാം ഫോർ ദ വാല്യൂസ് 5/2 ഈസ് ഈക്വൽ ടു ഫോർ ദ വാല്യൂസ് 5/2 ഏതൊക്കെ വരുമ്പോഴാ 5/2 വരുമ്പോഴോ അല്ലെങ്കിൽ 3π/2 വരുമ്പോഴോ അല്ലെങ്കിൽ 5π/2 വരുമ്പോഴോ അല്ലെങ്കിൽ 7π/2 വരുമ്പോഴോ എക്സെട്ര ഇവരെ ജനറലി n ഫോമിൽ എങ്ങനെ എഴുതും അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം 2n+1 into π/2 എന്നാൽ നിങ്ങൾ എന്തിനു വാല്യൂ ഇട്ട് കൊടുത്തേ 1 ഇട്ട് കൊടുത്താലും 2 ഇട്ട് കൊടുത്താലും ഒക്കെ എന്ത് വരും ഇതൊക്കെ തന്നെ വരുന്നത് ഇതൊക്കെ തന്നെ വരുന്നത് ഓക്കെ ജനറലി ഇങ്ങനെയും പറയാം അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം എന്താ ഓർ 2n minus 1/2 വന്നാലും കറക്റ്റ് തന്നെയാണ് 2n minus 1/2 into π വന്നാലും അത് കറക്റ്റ് തന്നെയാണ് അപ്പം അത് ഓർത്തു വെച്ചോണം നമുക്ക് ഇനിയും അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ എടുക്കാം 5യുടെ വാല്യൂ 2n 5/2ന്റെ വാല്യൂ 2n+1 into π/2 വരുന്നിടത്തെല്ലാം എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണല്ലോ അപ്പൊ 5യുടെ ടേമിൽ എങ്ങനെ കണ്ടുപിടിക്കാം ഇത് രണ്ടും കട്ട് ചെയ്ത് കളയുമ്പോൾ 5 ഈസ് ഈക്വൽ ടു 2n+1 into π വരുന്നിടത്തെല്ലാം എന്തായിരിക്കും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഇത്ര എഴുതിയിട്ട് നമുക്ക് നിർത്താം എന്നിട്ട് നമുക്ക് നാളെ ഇത് ഞാൻ പടം വരച്ചിട്ട് നേരത്തെ കൺസെപ്റ്റ് പറഞ്ഞ പോലെ തന്നെ പടം വരച്ചിട്ട് ഇത് കാണിച്ചു തരാം കുറച്ചുകൂടെ ക്ലിയർ ആവും നാളെ ക്ലാസ് ഉണ്ട് മിക്കവാറും ഈ സൺഡേ ഞാൻ ക്ലാസ് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം അടുത്ത ആഴ്ച ഒരു 2 ദിവസം ഞാൻ ഇവിടെ കാണത്തില്ല അതുകൊണ്ട്